മോളെ ഇങ്ങോട്ട് വന്നത് നന്നായി. തുണിയലാക്കാനുള്ള സോപ്പ് പൊടിയൊക്കെ കാണുമോ മോളെ? അതെ, അന്ന് കോടാലി പിടിച്ച് പൊട്ടിയ അച്ഛന്റെ കൈ ശരിയായോ? അതില് സോപ്പ് തട്ടിയ ഇനി അത് വീണ്ടും വീണ്ടും കീറും. ഇല്ല മോളെ, അതൊക്കെ മാറി. തുണിയെല്ലാം മുഷിഞ്ഞു കിടക്കുക. ഇന്നലക്കി ഉണക്കില്ലെങ്കിൽ നാളെ മുഷിഞ്ഞത് തന്നെ ഇടേണ്ടി വരും. അച്ഛൻ അതിങ്ങതാ, ഞാൻ കൊണ്ടേ അലക്കി കൊണ്ടുതരാം. അയ്യോ മോളെ, അതൊന്നും വേണ്ട. സുശീലെങ്ങനും കണ്ട മോള് വഴക്ക് കേൾക്കേണ്ടി വരും. എന്തിനാ വഴക്ക് കേൾക്കുന്നേ? ഇവിടെ എല്ലാവരുടെയും തുണി വാഷിംഗ് മെഷീനിലിട്ടല്ലേ അലക്കുന്നത്. ഞാൻ ഇവിടെയുള്ള ആളല്ലല്ലോ, എവിടെ നിന്നോ അലഞ്ഞു തിരിഞ്ഞു വന്നവനല്ലേ. എന്തായാലും അച്ഛൻ ഇപ്പൊ ഈ വീട്ടിലാണല്ലോ. മക്കളാരും അച്ഛന്ന് വിളിച്ചില്ലെങ്കിലും അവർക്കൊക്കെ ഇത് അവരുടെ അച്ഛനാണെന്ന് അറിയുകയും ചെയ്യാം. അച്ഛാ, അവകാശങ്ങൾ അറിഞ്ഞു തരാത്തവരിൽ നിന്ന് ചിലപ്പോ നമ്മളത് പിടിച്ചു വാങ്ങേണ്ടി വരും. ഇതേ ഞാൻ കൊണ്ടുപോവാം, ഇങ്ങോട്ട് തന്നെ താ, ഞാൻ കൊണ്ടുപോയി അലക്കി തരാം. അച്ഛൻ പോയി റെസ്റ്റ് എടുത്തോ. വൈകുന്നേരം ആവുമ്പോഴേക്കും ഇത് ഞാൻ അലക്കി ഉണക്കി കയ്യിൽ തരും. പോരെ? അച്ഛൻ പോയി റെസ്റ്റ് എടുത്തോ. ചെല്ല. ദൈവമേ, ഇതിന്റെ പേരിൽ അനുമോൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ? നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? ഈ അഴുക്ക് തുണി മൊത്തം വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകാൻ പോവാണോ? അതെ, തുണി അലക്കാനുള്ളതല്ലേ വാഷിംഗ് മെഷീൻ. ഓ ആണോ? അത് നീ എന്നെ പഠിപ്പിക്കണ്ട. ഈ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഈ വീട്ടിലുള്ളവരുടെ തുണി അലക്കാനാ, അല്ലാതെ വഴിയിലൂടെ പോയവന്റെ ഒക്കെ വിഴുപ്പ് അലക്കാനുള്ളതല്ല. ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായമ്മേ? ഈ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമല്ലേ അദ്ദേഹം കഴിക്കുന്നത്? അതുകൊണ്ട് അമ്മ പറയുന്ന ജോലിയൊക്കെ ആ മനുഷ്യൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനൊരു സഹായം അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുത്തൂടെ? എടി, നിനക്ക് അയാളെ വീട്ടുകാരനാക്കണമെന്നുണ്ടെങ്കിൽ നീ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കോ. ഇവിടെ അത് നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞേ. അമ്മേ, ഒരു മനുഷ്യനും സ്വന്തം രക്തത്തിൽ പറഞ്ഞ മക്കളെ വിട്ട് മറ്റൊരിടത്തേക്ക് പോവില്ല. നിങ്ങൾ ഇനി അടിച്ചിറക്കിയാലും ആ മനുഷ്യൻ ഇവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നു. എങ്ങനെ പോകും? സ്വന്തം അച്ഛന് പോലും ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളല്ലേ നീ അയാൾക്ക് ചെയ്തു കൊടുക്കുന്നത്. പിന്നെങ്ങനെയാ? ഇന്നു മുതൽ അതങ്ങ് നിർത്തിക്കോ. പിന്നെ അയാൾ ഇവിടുന്ന് എങ്ങനെ ഇറക്കി വിടണമെന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഈ തുണി ഞാൻ അലക്കി കൊടുത്തോളാന്ന് അച്ഛനോട് പറഞ്ഞു പോയി. അതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതെ, ഞാൻ ഇവിടെയുള്ളപ്പോ ഈ വാഷിംഗ് മെഷീൻ ഇട്ട് നീ ഇത് അലക്കില്ല. കൊണ്ടുപോടി. ശരി, അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിത് കൊണ്ടുപോവാം. ഇത് അലക്കുകല്ലിൽ അലക്കി കൊടുക്കാൻ അമ്മയുടെ സമ്മതം ആവശ്യമില്ലല്ലോ. ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അത് നടക്കത്തില്ല. ഇത് എന്റെ വീടാ. അതെ, കണ്ട ഭ്രാന്തന്മാരുടെ വിഴുപ്പലക്കാൻ ഒരുങ്ങി പുറപ്പെട്ട നിന്നെ ഞാൻ തടഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നോടുള്ള വാശിക്ക് നീ വല്ല തോട്ടിലും കൊണ്ടുപോയി കഴിവൂ. അതെ, എന്റെ കുടുംബത്തിന് ഇത്തിരി നാണക്കേടാ. എന്റെ മോന്റെ ഭാര്യ അലക്കുകാരുടെ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ഓ, എന്റെ ഇന്നത്തെ ഗതികേടെന്നേ ഞാൻ പറയൂ. അവന്റെ കൂടെ കഴിയുന്നവൾ പിച്ചക്കാരുടെ വിഴുപ്പലക്കുന്നവളായി പോയല്ലോ ദൈവമേ. അതെ, ഇതിനൊന്നും ദൈവത്തെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം മുകളിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇന്ദ്രന്റെ കാര്യം, കൂടെ ജീവിച്ച മനുഷ്യനെ അമ്മ പിച്ചക്കാരനായി തള്ളിയാലും അമ്മയുടെ മക്കൾക്ക് പിച്ചക്കാരനെ അച്ഛനെയും തമ്മിൽ മാറില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അമ്മ വിളിച്ച ദൈവം തന്നെ താമസിയാതെ അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കും.